കോവിഡ്-19നെക്കാളും കൂടുതൽ അതായത് 100 മടങ്ങ് അപകടകാരികളായ വൈറസുകൾ ഉൾപ്പെടുന്ന ബോട്ടിലുകൾ കാണാനില്ലെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലൻഡിൽ നിന്നുള്ള ലാബിലായിരുന്നു ഡിസംബർ 9 തിങ്കളാഴ്ച വൈറസുകൾ അടങ്ങിയ ബോട്ടിലുകൾ പ്രധാനമായും നഷ്ടമായത്. മാധ്യമ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബയോസെക്യൂരിറ്റി പ്രോട്ടോക്കോളുകളുടെ ലംഘനമെന്ന് വിശേഷിക്കപ്പെട്ട ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കാൻ ഓസ്ട്രേലിയയിലെ പൊതുജനാരോഗ്യ വകുപ്പ് അതായത് ക്യൂൻസ്ലാൻഡ് ഹെൽത്തിന് സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം 2023 ആഗസ്റ്റിൽ ക്യൂൻസ്ലാൻഡ് പബ്ലിക് ഹെൽത്ത് വൈറോളജി ലാബിൽ നിന്നും ഹെൻഡ്ര വൈറസ്, ലീസ വൈറസ്, ഹാൻഡ വൈറസ് എന്നിങ്ങനെ നിരവധി പകർച്ചവ്യാധി വൈറസുകളാണ് 320ഓളം കുപ്പികളാണ് പ്രധാനമായും നഷ്ടമായിരിക്കുന്നത്. ഹെൻഡ്ര വൈറസ് എന്നാൽ ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം സുനോട്ടിക് അതായത് മൃഗത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരുതരം വൈറസാണ്. സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അടിസ്ഥാനപ്പെടുത്തി ഗുരുതരമായ രോഗത്തിനും മരണത്തിനും കാരണമാകുന്ന വൈറസുകളുടെ കുടുംബത്തിൽപ്പെട്ടതാണ് പ്രധാനമായും ഹാൻഡ വൈറസ് എന്നത്. ഈ കൂട്ടത്തിലെ മറ്റൊരു വൈറസാണ് ലിസ വൈറസ്. ഇത് പ്രധാനമായും റബീസിന് കാരണമാകുന്ന ഒരു കൂട്ടം വൈറസുകളാണ്. വൈറസുകളും കൊതുകുകളും മറ്റും പരത്തുന്ന രോഗാണുക്കൾ എന്നിവയ്ക്കും രോഗനിർണയം കൂടാതെ ഗവേഷണമെന്ന സേവനങ്ങളാണ് ഈ പബ്ലിക് ഹെൽത്ത് വൈറോളജി ലാബിൽ പ്രധാനമായും ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് പകർച്ചവ്യാധി സാമ്പിളുകൾ നിലവിൽ മോഷ്ടിക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്ത കാര്യം ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സംഭവം പിന്നീട് വലിയ തോതിൽ വാർത്തയായിരുന്നു. ഇതിനെ തുടർന്ന് കാണാതായ വൈറസുകളുടെ കുപ്പികൾ കണ്ടെത്താൻ സർക്കാർ പാർട്ട് 9 ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ബയോസെക്യൂരിറ്റി പ്രോട്ടോക്കോളുകളുടെ ഗുരുതരമായ ലംഘനമാണ്. കൂടാതെ പകർച്ചവ്യാധിയായി വൈറസ് സാമ്പിളുകൾ ദുരുപയോഗം ചെയ്യപ്പെടാനും നിരവധി സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ സമാനമായ വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ക്യൂൻസ്ലാൻഡ് ഹെൽത്ത് കൈക്കൊള്ളുമെന്ന് മന്ത്രി തിമോത്തീസ് നിക്കോൾസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാർട്ട് 9 ഇൻവെസ്റ്റിഗേഷൻ ലാബിൽ റെഗുലേറ്ററി കംപ്ലയിൻസ്, സ്റ്റാഫുകളുടെ പെരുമാറ്റം എന്നിവ പരിഗണിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ലാബിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നയങ്ങളും നടപടിക്രമങ്ങളും വിശദമായി പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ ഗൗരവമുള്ള ബയോസെക്യൂരിറ്റി ലാബ്സ് കാരണമാണ് മാരകമായ വൈറസുകൾ അടങ്ങുന്ന ഇത്തരം ബോട്ടിലുകൾ കാണാതായതെന്നും ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ AI ആൻഡ് ലൈഫ് സയൻസ് ഡയറക്ടറായ സാം കോർപ്പിനോ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. നഷ്ടമായെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ വൈറസുകളെല്ലാം തന്നെ വലിയ തോതിൽ ഉയർന്ന അനന്തരഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ്. അതിനാൽ തന്നെ ഇവ പൊതുജനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഫോക്സ് ന്യൂസ് ഡിജിറ്റലിനോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം തന്റെ പ്രസ്താവന നടത്തിയത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രധാനമായും കാണാതായതിലെ 3 രോഗകാരികൾ മനുഷ്യനിൽ കടന്നുകൂടിയാൽ മരണനിരക്ക് വലിയ തോതിൽ ഉയർത്താൻ കഴിയുന്നവയാണ്. മാത്രമല്ല ചില ഹാൻഡ വൈറസുകൾ 15% വരെ മരണനിരക്ക് സാധ്യതയുമുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ചില വൈറസുകൾ കോവിഡ്-19നെക്കാളും 100 മടങ്ങോളം മാരകമായവയാണ്. ബാക്കിയുള്ള വൈറസുകൾ തീവ്രതയുടെ കാര്യത്തിൽ കോവിഡ്-19നോട് സമാനമായിട്ടാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ പറഞ്ഞ 3 രോഗാണുക്കൾക്കും മൃഗങ്ങൾ, കന്നുകാലികൾ എന്നിവയിലേക്ക് കടന്നു ചെന്ന് അവയെ അപകട സാധ്യത ഉള്ളതാക്കി മാറ്റാൻ കഴിയുമെന്നും സാം വെളിപ്പെടുത്തി. പക്ഷേ ഈ രോഗാണുക്കൾ പ്രധാനമായും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാനുള്ള പരിമിതമായ കഴിവ് കണക്കിലെടുത്താൽ ഒരു പകർച്ചവ്യാധിയുടെ സാധ്യത വളരെയധികം കുറവാണെന്ന് പറയാം, അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. വൈറസ് സാമ്പിളുകൾ ലാബിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ താപനിലയിൽ നശിക്കാനും അതുപോലെ അണുബാധ ഇല്ലാത്തതായി തീരാനും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെന്നും ചീഫ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ജോൺ ജെറാൾഡ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു.